അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10.5 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട്, കിഡിലൻ വീട് അങ്ങനെ തന്നെ പറയണം. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കാണേണ്ട കാഴ്ചയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്തുകൊണ്ടും നല്ലൊരു സൂപ്പർ വീടാണ്. വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. നല്ലൊരു സൂപ്പർ വീട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. അത്യാവശ്യം നല്ല മുറ്റുണ്ട്. 4-5 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അതാണ് നല്ലൊരു അടിപൊളി വീടാണ്. വെള്ളത്തിനായിട്ട് ഇതിൽ കിണറാണുള്ളത്. അതായത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അതുപോലെ തന്നെ നേരെ ഫ്രണ്ട് ഭാഗം വരുന്നത് ടാറിട്ട റോഡാണ്. മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ഇതുണ്ട് ഫ്രണ്ട് ഭാഗം അതിലൊക്കെ നല്ല ഡിസൈനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ടും കൂടെ ഈ ഫ്രണ്ട് ഭാഗം അതിലൊരു കോട്ടും കൂടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. അതുപോലെ തന്നെ മുറ്റൊന്ന് ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി. ഒരു മാന്യമായ വില ചോദിക്കുന്നുണ്ട്. വലിയ വില ഒന്നും മുതലാളി ചോദിക്കുന്നില്ല. ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷന് ഇതിന് എത്രയാണ് വില വരുന്നത് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഫസ്റ്റ് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല അടിപൊളി വീട് തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. വീട് ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. ഇതിൻ്റെ ഉള്ളിലെ ഓരോ കട്ടിലകൾ അതുപോലെ തന്നെ സോഫ സെറ്റുകൾ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഇതുണ്ടാവും. വിൻഡോസൊക്കെ നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ട് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്ലെയിൻ ഗ്ലാസ്സൊക്കെ സാധാരണ ഗ്ലാസ് അല്ല, നല്ല തിക്നെസ് കൂടിയിട്ട് സൈഡ് ഭാഗം നല്ല കർവ് ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാളാണ്. ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എല്ലാ ഭാഗം ഫുള്ള് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറൊക്കെ ഉണ്ടോ നല്ല വീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അടിഭാഗത്തെ 2 ബെഡ്റൂം വരുന്നുണ്ട്. വലിയ ഹാള്, ലിവിങ് റൂം, അതുകൂടാണ്ട് ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, കോമൺ ബാത്റൂം, അങ്ങനെ അടിഭാഗത്ത് അത്യാവശ്യം സൗകര്യങ്ങൾ കൂടുതലുണ്ട്. മുകൾ ഭാഗത്തും 2 ബെഡ്റൂം വരുന്നുണ്ട്. വലിയ ഹാളുണ്ട്, കോമൺ ബാത്റൂം ഉണ്ട്, ഓപ്പൺ ടെറസൊക്കെ വരുന്നുണ്ട്. ഹാളിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള ഇതുപോലുള്ള ഡാർക്ക് ആൻഡ് ലൈറ്റ് തീം കളറിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ടൈൽ ഒട്ടിച്ചതിന് അപ്പോക്സി വർക്ക് സ്പേസർ വെച്ചിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ആ സ്പേസർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയറിന് കൊടുത്തിട്ടുള്ളത് ഇത് ഗ്രാനൈറ്റ് അല്ല, പോത്ര രീതിയിലുള്ള ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഇത് ടഫൺ ഗ്ലാസ് ആണ്. ഇതാണ് നല്ല സിമ്പിളായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെയിലൊക്കെ. ഈ ഭാഗത്തായിട്ട് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ പർഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വുഡാണ്. ഇതിൽ പർഗോള മോഡൽ വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിൻ്റെ സിറ്റിംഗ് ഏരിയ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഹാൾ തന്നെ നല്ല അട്രാക്റ്റീവ് രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഷോ വാള് LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. ടോട്ടലി 2700 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഹാളൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ്. സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇവിടെ ഉണ്ടോ ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഹാള് കൂടാതെ വേറെ ഇവിടെ ഡൈനിങ് ഹാള് വേറെയും വരുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ ചേർന്നിട്ട് ആ ഭാഗത്തായിട്ടൊരു ലിവിങ് റൂമുണ്ട്. ഈ മെയിൻ ഹാളിൽ നിന്ന് ലിവിങ് റൂമിലേക്ക് ഒരു എൻട്രൻസ് വേറെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ കിളിവാതിൽ ഇത് കിച്ചണിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവും ഫുള്ളായിട്ട് വീട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹാള് വരുന്നത്. ഹാളിൻ്റെ ഈ കോർണറിലായിട്ട് ഈ ഭാഗത്തായിട്ടൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയ രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറാണ്. അടിഭാഗം ബോക്സ് ലുക്കാണ്. അതിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ സെറാമിക് ബൗളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ കാണുന്നത് ലിവിങ് റൂമാണ്.
നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോ ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂമിൽ മുകൾ ഭാഗമൊക്കെ ജിപ്സം ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സീബ്ര ലൈൻ രീതിയിലുള്ള കർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത കേട്ടോ, അതായത് ഈ റൂമിലിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സോഫ സെറ്റുകളെല്ലാം. നമ്മൾ വില പറയുമ്പോൾ ഈ സോഫ സെറ്റ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത്. ഇനി ലിവിങ് റൂമിൽ നിന്ന് ഇതിലേക്ക് ഈ ഹാളിലേക്ക് ഇതിലൊരു എൻട്രൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഭാഗത്തൂടെ ഡൈനിങ് ഹാളിലേക്ക് കയറിയത്, ഈ ഭാഗത്തൂടെ ഒരു എൻട്രൻസും വരുന്നുണ്ട്. ഇതാണ് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളിലെ ഈ കട്ടില, അതുപോലെ തന്നെ വാർഡ്രോബ്, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടോ, ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത്. അതായത് ഈ വാർഡ്രോബ്, ഈ അലമാരയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ചുമരിലിട്ട് സെറ്റ് ചെയ്തിട്ടോ, വലിയ രീതിയിലുള്ള അലമാര തന്നെയാണ് സെറ്റ് ചെയ്തത്, വാർഡ്രോബ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കട്ടില, ഈ കട്ടില 2 ഭാഗത്തും ബോക്സ് വരുന്നുണ്ട്. വലിയ കട്ടിലയാണ്, വലിയ 6.5 സൈസിലുള്ള വലിയ കട്ടില തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്, വാൾ ഹാങ്ങിങ് ടൈപ്പ് ഡ്രസ്സിങ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വുഡുകൾ വെച്ചിട്ട് നല്ല വുഡൻ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് കേട്ടോ. ഇതൊന്നും അവർ കച്ചവടമാവുന്ന മുറക്ക് ഇതൊന്നും അവർ എടുത്തിട്ട് കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ സ്ലൈഡിങ് രീതിയിലുള്ള ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ബേസ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. അപ്പോൾ വിൻഡോസൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ഇനി ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ക്ലോസറ്റുകളെല്ലാം വാൾ ഹാങ് ടൈപ്പാണ്. അതായത് ഫ്ലോറായിട്ട് ടച്ച് ഇല്ലാത്ത ക്ലോസറ്റുകളാണ് വെച്ചിട്ടുള്ളത്, വാൾ ഹാങ് ടൈപ്പ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നല്ല സ്പേസർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയേണ്ടതാണ് ഇവിടുത്തെ ഒരു സിംഗിൾ ലിവർ വാൾ മിക്സറാണിത്. ഒറ്റ ലിവറേ ഉള്ളൂ. ഇത് ചുടുവെള്ളം പച്ചവെള്ളമൊക്കെ വരുന്ന ഇതാണ് വരുന്നത്. അതിൻ്റെ അടിഭാഗത്ത് സ്പൗട്ട്. ഇതിലെ മെറ്റീരിയൽസ്, ബാത്റൂം മെറ്റീരിയൽസ് ഫുള്ളായിട്ട് ജാഗ്വർ എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഇതുണ്ടോ, ക്ലോസറ്റിൻ്റെ ഫ്ലഷാണത്. അപ്പോൾ അതെല്ലാം കോസ്റ്റ്ലിയാണ്. അതിൽ സാധാരണ രീതിയിലുള്ള ഇത് വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്, നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഓരോ ഭാഗവും ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമും മറ്റേ ബെഡ്റൂമിൻ്റെ പോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ കട്ടില, അതുപോലെ തന്നെ വാർഡ്രോബ്, അലമാര, അതുപോലെ തന്നെ ഡ്രസ്സിങ് ടേബിൾ, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇതുണ്ട്, അതൊക്കെ നല്ല ഹൈറ്റിൽ, ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് അവിടെ സ്ലൈഡിങ് ഉണ്ട്. കട്ടിലോട് ചേർന്നിട്ട് 2 ഭാഗം ബോക്സ് ഉണ്ട്. ഒരുപാട് വേറെയും ഡിസൈനുകൾ വർക്കുകളൊക്കെ ഈ റൂമിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ബെഡ്റൂമിലെ കട്ടില, അലമാര ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. സെയിം രീതിയിലുള്ള വാൾ ഹാങ് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ടാപ്പുകളൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത്. അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം ഫുള്ളായിട്ട് സീലിംഗ് വർക്ക്, നല്ല LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് തീം കളറിലാണ് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ട്, നല്ല നാനോ വൈറ്റ്, നല്ല മിൽക്കി വൈറ്റ് വെച്ചിട്ട്. അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഉണ്ടോ, ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള കിച്ചൺ സിങ്കാണ്. സിങ്ക് കോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ്. മോഡുലാർ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ തന്നെയാണ്. അതായത് ഈ ചിമ്മിനി ഇതെല്ലാം ചേർത്തിട്ടാട്ടോ. ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റാണ്, ഒന്നും ലോക്കൽ സാധനങ്ങളൊന്നും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതല്ല. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കിച്ചണ്. അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ്, ഇതൊക്കെ സ്ലൈഡിങ് രീതിയിലുള്ളതാണ്. ഇതിന് കൗണ്ടർ ടോപ്പ് ഉണ്ടോ, നല്ല അടിപൊളി ആയിട്ടുള്ളത്. ഇത് ഗ്രാനൈറ്റിലാറ് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ അതിൽ സെയിം രീതിയിൽ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ടേബിളും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോർ റൂം, ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട്. കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്തൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ സിങ്ക് ഉണ്ടോ, കിച്ചൺ സിങ്കിൻ്റെ മുകളിൽ 2 സിങ്ക് കോക്ക് കൊടുത്തിട്ടുണ്ട്, 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സ്റ്റീലിൻ്റെ ആണ്, ഒന്നും ലോക്കലല്ല. നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു വർക്ക് ഏരിയ. ഇതിൽ ചുമരിലൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ അടിഭാഗത്ത് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്, ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ലൈഡിങ് രീതിയിലുള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോർണറിൽ ഇത് കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റോറേജാണ് വരുന്നത്. കോർണറിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ട് സ്റ്റെയറൊക്കെ ഇവിടുന്ന് മുകളിലൊരു ബാൽക്കണി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ടഫൺ ഗ്ലാസ് ആട്ടോ, ഹാൻഡ് റെയിൽ ഇതൊക്കെ ടഫൺ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല കോസ്റ്റ്ലി മെറ്റീരിയലാണ്. അന്നും ബ്രേക്കേജ് വരില്ല, അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ ടഫൺ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. മുകൾ ഭാഗത്തൊക്കെ ഫുള്ളിട്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ഹാളാണിത്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമാണ് വരുന്നത്. വലിയൊരു ഹാള്, ഒരു കോമൺ ബാത്റൂം. ഹാളിലെ കോമൺ ബാത്റൂമാണിത്. ഇതുപോലെ തന്നെ വാൾ ഹാങ് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം ഏരിയ ഉണ്ട്. ഈ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ സെയിം സിംഗിൾ ലിവർ സ്പൗട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഷവർ കോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലഷിംഗ് എല്ലാം കണ്ടോ, നല്ല കോസ്റ്റ്ലിയാണ്. ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ വസ്ത്രങ്ങൾ അലക്കിടാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. കട്ടിലൊന്നും ഇട്ടിട്ടേ ഇല്ല. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഭാഗത്തായിട്ട് അവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടലി 4 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. ഇവിടെയൊക്കെ ജിപ്സം ചെയ്തിട്ടുണ്ട്. ചുമരിലൊക്കെ ഉണ്ടോ, ചുമരിലൊക്കെ നല്ല സീബ്ര ലൈൻ കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ബോർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. റൂമുകളൊക്കെ സൈസ് ഉണ്ട്. ആവറേജ് നല്ല സൈസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. മുകൾ ഭാഗം ഇവിടെ റാക്ക് വരുന്നുണ്ട്. ഇനി ഇതാണ് മുകൾ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇതിന് പിൻഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നിറയെ വീടുകളുള്ളൊരു ഏരിയയാണ്. അപ്പോൾ VIP വീടുകളാണ്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൽ ടെറസിൽ ഓട് വരിച്ചിട്ടുണ്ട്. ഇതുണ്ട്. അതൊക്കെ ചെറിയ ലോക്കൽ ഓടൊന്നുമല്ല. അതൊക്കെ നല്ല സെറാമിക്കിൻ്റെ ഓടുകളാണ് മുകൾ ഭാഗത്തിട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ലീക്കേജിൻ്റെ പ്രശ്നമൊന്നും വരില്ല. ഓവർ ടാങ്കൊക്കെ നല്ല ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വീടിൻ്റെ പിൻഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വേറിട്ടൊരു കാഴ്ചയാണ്. ഇത് കണ്ടോ, അടിഭാഗത്ത് വീടിൻ്റെ ഒരു അടി ഹൈറ്റിൽ ഫുള്ളായിട്ട് ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് വീടിൻ്റെ തറക്ക് നല്ല സ്ട്രെങ്ത് തൊട്ട് ഈ പെരിച്ചാഴി അങ്ങനെയുള്ള മാന്തുന്ന ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീട് ചുറ്റും ഇങ്ങനെയൊക്കെ ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. ഇത് 10.5 സെൻറ്റ് സ്ഥലം, കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10.64 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 2700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട 2 നില ഒരു സൂപ്പർ വീട്, കിടുക്കാച്ചി വീട് അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിൻ്റെ ഓരോ ഭാഗവും നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെ നല്ലൊരു എഞ്ചിനീയറൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ആ വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണിച്ച് തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഏകദേശം 6-7 വർഷത്തെ പഴക്കമാണ് ഈ വീടിനുള്ളത്. അതിലൊരു പ്രവാസിയുടെ വീടാണിത്. അപ്പോൾ ഇയാളെന്താ വെച്ചാൽ ഇവർ ഫാമിലി അടക്കമായിട്ട് ഒരു ഗൾഫ് ഭാഗത്തായിരുന്നു. അപ്പോൾ ഒരു 3-3.5 വർഷത്തോളം ഈ വീട് പൂട്ടിയിട്ടതായിരുന്നു. അതായത് വല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല. ഈ വീട് വല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഓരോ ഭാഗവും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിപ്പോൾ ഒരു വീട്, നല്ലൊരു വീട് നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങൾ തരുന്നുണ്ടോ, ഈ റേറ്റിൽ ഏകദേശം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ വീട് എടുത്തോളൂ. കാരണം അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസും, ഈവൻ ബാത്റൂം ഫിറ്റിങ്സുകൾ, അതിൻ്റെ സാനിറ്ററി വെയർ, ഓരോ ടൈലുകൾ, ഓരോ മെയിൻ ഡോറ്, അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോർ ടൈലായിക്കോട്ടെ, അതിൻ്റെ ടാപ്പുകളൊക്കെ എന്ന് വെച്ചാൽ ജാഗ്വർ ബ്രാൻഡിൻ്റെ ആണ്. ഇതിൽ വർക്കിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ള സമയത്ത്, പൈസ ഉള്ള സമയത്ത് വീട്ടുമ്പോൾ കണ്ടമാനം പൈസ ചിലവാക്കിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ ഇനി അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറം ഭാഗം പുറത്തെ ഭാഗത്തൊന്നൊരു കൂട്ട് പെയിന്റ് അടിച്ചിട്ട് മുറ്റൊന്ന് ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിപൊളി. ഇപ്പം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. 2700 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ വേങ്ങര ഭാഗത്താണ്. വേങ്ങര എന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം. ഊരകം പഞ്ചായത്തിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അഞ്ചുപറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അഞ്ചുപറമ്പ് പഴയ OKM നഗർ എന്ന് പറയും. അപ്പോൾ അതിൽ വഴി സൗകര്യമുണ്ട്, കോമ്പൗണ്ട് വാളുണ്ട്, തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്, വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്, നല്ലൊരു അടിപൊളിയായിട്ടുള്ള 2700 സ്ക്വയർ ഫീറ്റിലൊരു വീടുണ്ട്. ഇനി വില പറയുമ്പോൾ
ആ ഭാഗത്തായിട്ട് ഒരു സെന്റ് സ്ഥലത്തിന് 3 ലക്ഷം 3.5 ലക്ഷം ഒക്കെ ആവറേജ് മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് ഒരു സെന്റ് സ്ഥലം. അപ്പൊ ഇവർ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. 87 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ഇനിയും നീക്കുപോക്കുകളുണ്ടാവും. കുറച്ചൊക്കെ നമുക്ക് ബാർഗൈൻ ചെയ്ത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വീട് നല്ലൊരു വീട് തന്നെയാണ്. താമസിക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ്. 87 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. വേങ്ങര 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അഞ്ചുപറമ്പ് എന്ന് പറയുന്ന സ്ഥലം 87 ലക്ഷം രൂപ ഉദ്ദേശിക്കുന്ന വില. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.